ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു കർത്തൂസം നൽകിയിരിക്കുക. ഇന്ന് നമ്മൾ എപ്പിസോഡ് 173 C22 താൻ വാസിക്കാൻ പോകുന്നത്. ഇത് ബൈബിൾ സ്റ്റഡി താൻ. ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ കൊലിസ്യയുടെ പുസ്തകത്തിൽ നിന്നും നിരൂപണത്തിൽ നിന്നും 1:24 താൻ നമ്മൾ വാസിക്കാൻ പോകുന്നത്. കൊലിസ്യ നിരൂപണം 1:24. അതിൽ എന്നാ നമുക്ക് വാസിച്ചിടാം. ആണ്ടവർ നമ്മളോട് എന്നത് താൻ പേശുവാൻ തക്കോണം വിസാരിക്കുന്നത് അത് താൻ നമുക്ക് പാക്കണം. അതായത് നമുക്ക് ഈ അത് നമ്മൾ 24 പോകുന്നതിന് മുമ്പ് നമുക്ക് പിന്നാടി 2 വാക്യം കൂടെ നമുക്ക് പോയിടാം. എന്നിട്ട് നമുക്ക് 24 പോയിടാം. 23 என்ன சொல்லுது, 22 என்ன சொல்லுது, the body 22 the body of his flesh through death, അവൻ്റെ മരണത്താൽ അവൻ്റെ ശാരീരിക മരണത്താൽ നമുക്ക് എന്നാ പറ്റിയാച്ച് we present you holy and blame. അവൻ തന്നെത്താനെ സമർപ്പിച്ചത് മൂലം അവൻ ഈ ലോകത്തിൽ മനുഷ്യനായി ജനിച്ച് അവൻ്റെ ശരീരം നമുക്ക് വേണ്ടി യാഗമായി തീർത്തപ്പോൾ, അവൻ നമുക്ക് വേണ്ടി അത് യാഗമായി തീർന്നപ്പോൾ നമുക്ക് എന്നാ പറ്റി നമ്മൾ നേരത്തെ വാസിച്ചാച്ച് 3 കാര്യം നമ്മൾ പഠിച്ചാച്ച്. ഒന്ന്, നമ്മൾ പവിത്രരായിരിക്കെ, നമ്മൾ പവിത്രരായിരിക്കെ. രണ്ടാമത്തെ കാര്യം എന്താ, അൺബ്ലെയിമബിൾ, നമ്മൾ കുറ്റമില്ലാത്തവരായി തീർന്നാച്ച്. അതുമാത്രമല്ല നമുക്ക് കുറ്റമില്ലാത്തവരായി നിഷ്കളങ്കർ, അതായത് ഒരു കുറ്റവും ഒന്നുമേ നമ്മളിൽ കാണാത്ത വണ്ണം അവൻ പൂർണ്ണമായി നമ്മളെ എന്നാ പണിയാച്ച്, അവൻ ശുദ്ധമാക്കിയാച്ച്. അതായത് നമ്മൾ പവിത്രരായാച്ച്, നമ്മൾ എന്നായാച്ച്, നമ്മൾ കുറ്റമില്ലാത്തവരായ അത് നമ്മൾ നിഷ്കളങ്കരാക്കി നിർത്തിയാച്ച്. അതായത് ആണ്ടവരുടെ ക്രൂശീയ മരണത്താൽ നമുക്ക് കിട്ടിയ ലാഭം എന്ന് കിടച്ചാൽ അവൻ നമ്മളെ ഈ 3 കാര്യത്തിൽ നമുക്ക് തന്നാച്ച്. അത് അവൻ്റെ മരണത്താൽ താൻ നമുക്ക് കിടച്ചാച്ച്. അത് നമ്മൾ വായിച്ചാച്ച് 23 വാക്യത്തിൽ, if you continue the faith grounded and settled, നമ്മൾ അതേ വിശ്വാസത്താൽ നമ്മളെ തന്നെ ഉറപ്പിച്ചാൽ, അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ അത് സെറ്റിൽ പണിയാൽ നമ്മളെ തന്നെ ഒരു ബേസിൽ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൽ തന്നെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ എന്നാ പറ്റുക, സെറ്റിൽ ആൻഡ് ഗ്രൗണ്ടഡ് ആൻഡ് ബി നോട്ട് മൂവ്ഡ് അവേ ഫ്രം ദ ഹോപ്പ് ഓഫ് ദ ഹോസ്പിറ്റൽ. അത് മാത്രമല്ല, ഈ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സുവിശേഷത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും നമ്മൾ പിന്മാറാതിരിക്കണം. അതായത് നമ്മുടെ എല്ലാ കാര്യങ്ങളും എന്നായിരിക്കണം, അവൻ്റെ വചനത്തിൽ നമ്മൾ ഉറപ്പിക്കണം. അതായത് നമ്മൾ വചനത്തിൽ ഉറപ്പിക്കുക എന്ന് ചൊല്ലിയാൽ, വചനം നമ്മൾ പഠിക്കാതെ നമുക്ക് എപ്പോഴും ഉറപ്പിക്കാൻ പറ്റും? നമുക്ക് വചനം നല്ലപോലെ തിരിയണം. അന്നേരം വചനം നമുക്ക് നല്ലപോലെ പിടിയുമ്പോൾ അവൻ ചെയ്ത ആ പെരിയ കാര്യം, പെരിയ കാര്യം, അവൻ നമുക്ക് വേണ്ടിയും ഇറന്നത്, അല്ലെ അവൻ നമുക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചത്, അവൻ ആ ക്രൂസിൽ തറയ്ക്കപ്പെട്ടത്, നമുക്ക് വേണ്ടി രക്തം ചിന്തിയത്, അവൻ തന്നെ താനെ ശാഖമാക്കി തീർത്തത്, നമ്മളെ വിടിവിപ്പാൻ തക്കോണം അവൻ നമുക്ക് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയായി തീർന്നു. അവൻ നമുക്ക് ആട്ടിൻകുട്ടിയായി തീർന്നു മാത്രമല്ല, അവൻ വാ മൂടിക്കൊണ്ട് അവനോട് എന്നൊക്കെ പണിയിട്ടും അവൻ ഒന്നുമേ മിണ്ടാതെ നിശബ്ദമായി നിന്ന എന്ന കാരണം എന്ന് ചെയ്യാം, അവൻ മിണ്ടിയാൽ എന്നാ പറ്റും, അവൻ്റെ വചനത്തിന് ഭയങ്കരമായ ശക്തി ഇരിക്കെ, അവൻ്റെ വചനത്തിന് വീര്യം ഇരിക്കെ. ആ വീര്യത്തിൽ അവൻ ആരെ വേണമെങ്കിലും നഷ്ടപ്പെടുത്താം. നമ്മൾ സുവിശേഷത്തിൽ വാസിക്കുമ്പോൾ നമ്മൾ പാക്കത് ആണ്ടവരായ യേശുക്രിസ്തുവിനെ പിടിക്കാൻ രാത്രിയിൽ വന്നപ്പോൾ പിന്നെ ഗെത്സമനെ നമ്മുടെ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ ആ ഗെത്സമനെ തോട്ടത്തിൽ എന്നാ പറ്റിയാച്ച്, അവർ ചോദിച്ചു, നീ ആരെ തിരയുന്നു എന്ന് കേട്ടപ്പോൾ അവൻ ചൊല്ലി, ഞങ്ങൾ യേശുവിനെ തിരയുന്നു. അവർ ചൊല്ലി, ഞാൻ താൻ എന്ന് ചൊല്ലിയപ്പോൾ അവ പിന്നാടി വീണാച്ച് എന്ന് ചൊല്ലിയാൽ അവൻ്റെ വചനം അത് ഭയങ്കര ശക്തിയുള്ള വചനം താൻ. ആ ശക്തിയുള്ള വചനത്താൽ അവൻ എന്നാ പണിയാച്ച്, അവൻ ചൊല്ലിയപ്പോൾ അവർ വീണാച്ച്. അവൻ മഹാശക്തി, ആ ഒരു
ஒரு கூட்டம் வந்துட்டு கூட்டம் எல்லாரும் வீணு, ഒരാൾ വീണു എന്നല്ല சொல்லுது, ആ കൂട്ടം മുഴുവനും വീണാച്ച്, അവൻ്റെ പാദപീഠത്തിൽ വീണാച്ച്. കാരണം അവൻ്റെ വചനത്തിലെ ശക്തി ഇരിക്കുക. ഇങ്ങനെ നമ്മൾ വാസിക്കുന്ന അത് തന്നെ, നമ്മൾ അവൻ്റെ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ അത് പർവ്വതം പോലെ വലിയത്, അല്ലെ ദുർഗം പോലെ വലിയത്. അവൻ വേലി കെട്ടി വെച്ചിരിക്കുന്ന ആ ദുർഗം, അത്രയ്ക്ക് ശക്തിയുള്ള അവൻ, ആ വചനത്തിൽ നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കണം. നമ്മൾ അതിൽ സെറ്റിലായിരിക്കണം. നമ്മൾ അങ്ങനെ പണ്ണുമ്പോൾ നമുക്ക് എന്നാ പണ്ണാൻ പറ്റും? ആണ്ടവർക്ക് വേണ്ടി വേല ചെയ്യുവാൻ തക്കോണം പറ്റും. അവൻ്റെ ശുശ്രൂഷ ചെയ്യാൻ പറ്റും. അവന് വേണ്ടി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമുക്ക് അവൻ്റെ ആ വചനത്താൽ നമ്മൾ സ്ഥിരപ്പെടുമ്പോൾ നമുക്ക് ആദായം കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ഫലം കൊണ്ടുവരാൻ പറ്റും. അന്നേരം ദൈവത്തിന് ഫലം നമ്മൾ എപ്പടി കായ്ക്കണം? നമ്മൾ വചനം പഠിക്കുമ്പോൾ താൻ നമുക്ക് ദൈവത്തിൻ്റെ ഫലം കിടക്കും. നമ്മൾ വചനം വാസിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉള്ള എല്ലാ പ്രോട്ടീൻ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പടി ചൊല്ലാം, എല്ലാ ഓരവും നമുക്ക് കിടക്കും. ഓരം കിടക്കുമ്പോൾ എന്നെ പറ്റും? ആ വിത എന്നെ പറ്റും? അത് ശക്തി പ്രാപിച്ച് അത് മേലോട്ട് പൊങ്ങും. അതേപോലെ നമ്മൾ വചനം പഠിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഓരം നമുക്ക് കിടക്കുമ്പോൾ, അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിച്ച് എന്നാ പറ്റും? നമ്മൾ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാൻ തക്കോണം, ദൈവത്തിന് വേണ്ടി നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാൻ തക്കോണം, ദൈവത്തിന് പ്രയോജനമാവാൻ തക്കോണം, അതുമൂലം നമുക്ക് ധാരാളം ഫലം കൊണ്ടുവരുവാൻ തക്കോണം, നമുക്ക് ദൈവത്തിൻ്റെ ആ കൂട്ടായ്മ നമുക്ക് കിടക്കും, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് കിടക്കും. കാരണം നമ്മൾ അപവിത്രർ താൻ, നമ്മൾ പാപികൾ താൻ, നമ്മളെ ശുദ്ധരാക്കിയാച്ച് നമുക്ക് ഇപ്പോൾ നമ്മൾ പാപമില്ല, നമുക്കിപ്പോൾ നമുക്ക് കളങ്കമില്ല, ഇപ്പോൾ നമുക്ക് ഒരു നമ്മൾ കുറ്റമില്ലാത്തവരായി തീർന്നിരിക്കുകയാണ്. അങ്ങനെ ഉള്ള നാം എന്നാ പണ്ണും? ആണ്ടവർക്ക് നമ്മൾ ഫലം കായ്ക്കും. ഇங்கே ഇതാണ് சொல்லுது, ഇഫ് യു കണ്ടിന്യൂ ഇൻ ദ ഫെയ്ത്ത് ഗ്രൗണ്ടഡ് ആൻഡ് സെറ്റിൽഡ്, നീ ആ വിശ്വാസത്തിൽ നീ ഉറപ്പുള്ളവരായിരുന്നാൽ, അതിൽ നമ്മൾ ഉറച്ചു നിന്നാൽ എന്നെ പറ്റും? ബി നോട്ട് മൂവ്ഡ് അവേ ഫ്രം ദ ഹോപ്പ് ഓഫ് ഗോസ്പൽ. ആ സുവിശേഷത്തിൽ നിന്നും അതിൽ വിശ്വസിച്ച് അതിൽ നമ്പിക്കൊണ്ട് നമ്മൾ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ എന്നെ പറ്റും? നമ്മൾ അതിൽ നിന്നും ചഞ്ചലപ്പെടാതെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ, വിച്ച് യു ഹാവ് ഹേർഡ് ആൻഡ് വിച്ച് യു ഹാവ് preach to every creature. ഏത് വചനം എന്ന് சொல்லுது? which you are heard, നീ കേട്ട വചനം. അത് കേട്ട വചനം ഏത്? ദൈവത്തിൻ്റെ വചനം. നീ കേട്ട ആ വചനം അതിൽ നീ ഉറച്ചു നിന്നാൽ, which you preach, നിങ്ങൾ പ്രസംഗിച്ച വചനം തന്നെ, അതായത് ആണ്ടവരായ യേശുക്രിസ്തുവിനെ പറ്റി നിങ്ങൾ പേശിയ വചനം തന്നെ, preach to every creature, നിങ്ങൾ എല്ലാ ലോകത്തിലുള്ള എല്ലാ ജീവികളോടും നിങ്ങൾ ചൊല്ലിയ സുവിശേഷം എന്നാ പറ്റും? ഇസ് അണ്ടർ ഹെവൻ. അതായത് സ്വർഗത്തിന് കീഴിലുള്ള എല്ലാ സകല ജീവികളോടും നീ പേശിയ വചനം മൂലം എന്നാ പറ്റും? വേർ ഓഫ് ഐ പോൾ ആൻഡ് മേഡ് എ മിനിസ്റ്റർ. അത് മാത്രമല്ല, ഞാൻ പോൾ എന്ന ഞാൻ അവൻ്റെ വചനത്തിന് അവൻ്റെ ഒരു സേവകൻ താൻ, ഞാൻ അവൻ്റെ ഒരു ദാസൻ താൻ, ഞാൻ എളിമ ദാസൻ താൻ. ആ വചനം നിങ്ങൾ ചൊല്ലിയാച്ച്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നാ പറ്റും? നിങ്ങൾ ഉറച്ചു നിന്ന് ആണ്ടവർക്ക് വേണ്ടി ഫലം കായ്ക്കണം. അതായത് നിങ്ങളുടെ എല്ലാത്തിൻ്റെയും അതിൻ്റെ ഉറവിടം എന്ന് ചൊല്ലിയാൽ അതിൻ്റെ ഫലം എന്ന് കിടച്ചാൽ എന്നാ ഫലം? എന്നാ? നിങ്ങൾ ഫലം കായ്ക്കണം. അതുമാത്രമല്ല, 24 വാക്യത്തിൽ നമുക്ക് പോയിടാം. ഇപ്പം നമുക്ക് ഹൂ നൗ റിജോയ്സ് ഇൻ മൈ സഫറിങ് ഫോർ യു. ഇങ്ങനെ ചൊല്ലുത്, അതുമൂലം നമ്മൾ സന്തോഷിക്കും. ഈവൻ സഫറിങ്, നിങ്ങളുടെ ദുഃഖത്തിലും നിങ്ങളുടെ പ്രയാസത്തിലും നിങ്ങളുടെ കഷ്ടതയിലും നിങ്ങൾക്ക് എന്നാ പറ്റും? സന്തോഷം കിടക്കും. സന്തോഷം കിടക്കും എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും സന്തോഷം കിടക്കും? നമുക്ക് കഷ്ടം വരുമ്പോൾ നമുക്ക് സന്തോഷം കിടക്കുമാ? ഇല്ല. നമ്മൾ കഷ്ടം വരുമ്പോൾ നമുക്ക് എന്നാൽ ആണ്ടവർക്ക് വേണ്ടി ചെയ്യുന്ന കഷ്ടങ്ങൾ നമ്മൾ സഹിക്കുമ്പോൾ നമുക്ക് സന്തോഷം കിടക്കും. അതുകൊണ്ട് ആ സന്തോഷം എന്തുകൊണ്ട്? അതുകൊണ്ട് ഫലങ്ങൾ കിടക്കും. ആ ഫലങ്ങൾ കിടക്കുമ്പോൾ താൻ ആണ്ടവർക്ക് നമ്മൾ വാസിക്കുന്നത് ഫോർ സഫറിങ് ഫോർ യു ആൻഡ് ഫിൽ അപ്പ് ദാറ്റ് വിച്ച് ഈസ് ബിഹൈൻഡ് ഓഫ് ദ അഫ്ലിക്ഷൻ. നിങ്ങളെ തന്നെ നിറപ്പീൻ എന്ന് ചൊല്ലുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് നിങ്ങൾ
പോകുന്ന പ്രയാസങ്ങളിൽ ഞാൻ സന്തോഷമുള്ളവനായിരിക്കെ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത്, അതായത് ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ ആ കഷ്ടങ്ങളിൽ ആ കുറവായത് നിങ്ങൾ സഹിച്ചിട്ട് എന്നത് എൻ്റെ ഇടത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. അന്നേരം അപ്പോൾ എപ്പോഴും എൻ്റെ ജഡത്തിൽ അതായത് എൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഈ മാംസത്തിൽ അല്ലെങ്കിൽ എൻ്റെ ജീവനിൽ ഞാൻ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിന് വേണ്ടി അല്ലെങ്കിൽ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചതിൽ കൂടെ ഞാനും കടന്നു പോകാൻ ഞാൻ ആ കഷ്ടത്തിൽ കൂടെ നിങ്ങൾക്ക് സുവിശേഷം അറിയിച്ചപ്പോൾ, ഞാൻ നിങ്ങളോട് വചനം പേശിയപ്പോൾ, ഞാൻ നിങ്ങളെ വചനം പഠിപ്പിച്ചപ്പോൾ എന്നെ പറ്റിയാച്ച് എനിക്ക് സന്തോഷം കിടച്ചാച്ച് എനിക്ക്. കാരണം എൻ്റെ സന്തോഷം എന്തുകൊണ്ട് താൻ ഒരു അമ്മ ഒരു തായി ഒരു കുളന്തിനെ പറക്കുമ്പോൾ എന്നെ പറ്റും പെരിയ വേദനയിരിക്കും. അത് നമുക്ക് നല്ലോണം തിരിയും. അതായത് ഒരു പൊണ്ണ് അവൾ ഗർഭിണിയായി ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ എന്നെ പറ്റും രമ്പ വലി അവൾക്ക് സഹിക്കാൻ മുടിയാത്ത വലി. ആ രമ്പ വലിയിൽ അവൾ എന്നാ പണ്ണും, അവളെ കിടന്ന് അലറും. അയ്യോ എന്ന് ഞാൻ എനിക്ക് കുളന്തുകൾ ഉണ്ടായച്ച് ഞാൻ പാട്ടാച്ച് ആ വേദന അവർക്ക് സഹിക്കാൻ വയ്യാത്ത മാതിരി വേദനയിലിരിക്കുമ്പോൾ ആ കുളന്ത് പറന്നു കഴിയുമ്പോൾ എന്നാ ഉണ്ടായിരിക്കും, ആ പൊണ്ണ് താൻ സന്തോഷിക്കും. ആ കുളന്തിനെ എടുത്ത് തൻ്റെ മാറിൽ വെച്ചിട്ട് അതിന് ചുംബനം കൊടുക്കും, അതിനെ കിസ് കൊടുക്കും, അതിന് സ്നേഹം കാണിക്കും. തൻ്റെ മാറിൽ വെച്ചിട്ട് അതിനെ തൊടുമ്പം അവൾക്ക് ഭയങ്കര സന്തോഷം കിടക്കും. എന്തൊരു സന്തോഷം! അവൾ ഒരാൾക്ക് ജീവൻ കൊടുത്താച്ച്. അതുതാണ് നമ്മുടെ ചുമതല. നമ്മൾ ദൈവത്തിൻ്റെ വേല പണ്ണുമ്പോൾ നമുക്കൊരു ആത്മാവിനെ കിടക്കുമ്പോൾ നമുക്ക് എന്നാ കിടക്കണം, നമുക്ക് സന്തോഷം കിടക്കും. അത് അപ്പോസ്തലനായ പൗലോസ്, നിങ്ങളെ എല്ലാം എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് എന്നെ പറ്റി സന്തോഷം. കാരണം ഞാൻ കഷ്ടത്തിൽ കൂടെ പോയെങ്കിലും, ഞാൻ ദുഃഖത്തിലൂടെ പോയെങ്കിലും എന്നെ പറ്റിയാച്ച് എനിക്ക് നിങ്ങളെ കിട്ടി. അതായത് നിങ്ങളുടെ ആണ്ടവരുടെ പക്കത്തിലേക്ക് വന്നു. അതുമൂലം എൻ്റെ സന്തോഷം എനിക്ക് ചൊല്ലാൻ പറ്റുന്നതിൽ അപ്പുറമാണ്, അതിൽ കൂടുതലാണ്. എന്നാ അത് ചൊല്ലുന്നത്, which is the fill up that which is behind of the affliction of Christ in my flesh for his body's sake, which is the church. സഭ, അതായത് അവൻ പിറന്ന സഭ, അതായത് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ വേല മുഖാന്തരം, അവൻ്റെ കഷ്ടങ്ങൾ മുഖാന്തരം അവൻ ആണ്ടവർക്ക് ഒരു സഭയായി. സഭയാര് താൻ? ആണ്ടവരുടെ സഭയെ അവൻ എന്നാ പറ്റിയാച്ച്, അവൻ വളർത്തിയാച്ച്. നമ്മൾ എല്ലാ വിശ്വാസികളും അവൻ്റെ സഭ താൻ. അവൻ്റെ സഭയായിരിക്കുമ്പോൾ നമുക്ക് എന്നാ പറ്റും, ആ സഭ വളരുമ്പോൾ നമുക്ക് സന്തോഷം കിടക്കും. ആ സന്തോഷത്തെപ്പറ്റി ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസ് ചൊല്ലുന്നത്. അതുകൊണ്ട് നമുക്ക് പാത്തിടാം. നമുക്ക് കഷ്ടങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും ദുഃഖങ്ങൾ വന്നാലും നമുക്ക് ഒരു സന്തോഷം കിടക്കും. നമ്മളൊരു കുളം തന്നെ പറക്കാൻ പോവുകയാണ്. ആ കുളം തിന്ന് സുലിയ ആ ചർച്ചിലേക്ക് ഉള്ള ഒരു മെമ്പറിനെ അല്ലെങ്കിൽ ആ സഭയിലെ ഒരു വ്യക്തിയെ നമ്മൾ കൊണ്ടുവരികയാണ്. അന്നേരം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ നമുക്ക് ചൊല്ലാം നമുക്ക് പറ്റാതെ. എൻ്റെ സമയം എങ്കിൽ മുടിഞ്ഞാച്ച് ആണ്ടവർ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആണ്ടവരുടെ കൃപ നിങ്ങളുടെ മേൽ വരുമാറാകട്ടെ. ആണ്ടവരിൽ വിശ്വസിക്കുകയും അവൻ്റെ വചനത്തിൽ പഠിച്ച് അവനിൽ കൂടുതൽ ശക്തി പ്രാപിക്കുകയും അവനെ സ്തുതിക്കുകയും ചെയ്യാം. ആണ്ടവർ നാം മയപ്പെടുമാറാകട്ടെ. ആമീൻ.